ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSc എക്സാമുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് മൗലിക അവകാശങ്ങൾ. LDCയും അതുപോലെ തന്നെ LGSും വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ അതാണ് പാർട്ട് 3. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 എന്ന ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ എന്നുള്ളത് അതിലാണ് പാർട്ട് 4A ആയിരുന്നു. മൗലിക അവകാശങ്ങൾ പാർട്ട് 3ലാണ്. ഇനി ഇത് ഏത് ആർട്ടിക്കിളിലാണ് അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദമാണ്. 12 മുതൽ 35 വരെയാണ്. ഇന്ത്യൻ മൗലിക കടമകളാണ് ഏതിലായിരുന്നു? 51A ആയിരുന്നു. ഓക്കെ, അടുത്തത് മൗലിക അവകാശങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അമേരിക്കയാണ്. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്, അതായത് മൗലിക അവകാശങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അതുപോലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യവും അമേരിക്കയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അടുത്തത് മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ അറിയപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു, അതുപോലെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും അറിയപ്പെടുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പാർട്ട് 3 മൗലിക അവകാശങ്ങളാണ്. അതുപോലെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നും അറിയപ്പെടുന്നത് എല്ലാം ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത് എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 15 വരെയുള്ള ആർട്ടിക്കിളാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യൻ്റെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. അടുത്തതായി ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 20, 21 പ്രകാരം അടിയന്തരാവസ്ഥകൾ, നമ്മൾ അടിയന്തരാവസ്ഥ കാലമാകുമ്പോൾ എല്ലാ മൗലിക അവകാശങ്ങളും മൗലിക കടമകളെല്ലാം എന്ത് ചെയ്യുന്നു? മരവിപ്പിക്കുന്നു. അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21. ഇനി ആർട്ടിക്കിൾ 20 എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ ഒരു കേസിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു വ്യക്തിയെ ഒരു കേസിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തനിക്കെതിരെ സ്വയം തെളിവ് നൽകാൻ എന്ത് ചെയ്യണം? പ്രേരിപ്പിക്കാൻ പാടില്ല. തനിക്കെതിരെ തന്നെ സ്വയം തെളിവ് നൽകാൻ, അയാൾ തന്നെ സ്വയം തെളിവ് നൽകാനായിട്ട് അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താണ്? കുറ്റം ചെയ്തവരെ കുറിച്ചുള്ള സംരക്ഷണമാണ്. അത് ഒരു വ്യക്തിയെ ഒരു കേസിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തനിക്കെതിരെ സ്വയം തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാനും പാടില്ല. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 21 എന്താണെന്ന് നോക്കാം. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. അതായത് ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏതാണ്? 7 മൗലിക അവകാശങ്ങളാണ് നിലനിന്നിരുന്നത്. 1978 സ്വത്തവകാശം നീക്കം ചെയ്തു. 1978 സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് നിലവിൽ ഇപ്പോൾ എത്ര അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. 1978 സ്വത്തവകാശം നീക്കം ചെയ്തിട്ട് ഇപ്പം പ്രസൻ്റ്ലി ഉള്ളത് എത്ര അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണ്.
ഭരണഘടനയിൽ ഓരോ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരൊരു ഭേദഗതി വരുത്തും അല്ലെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യും. അപ്പോൾ ആ അമെൻമെൻറ്റ് അപ്പോൾ ഓരോ വർഷവും ഓരോ ചെയ്യുന്ന അമെൻമെൻറ്റിന് ഓരോ ഭേദഗതികളുണ്ട്. 1978 സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 44-ാം ഭേദഗതി പ്രകാരമാണ്. 1978 ഈ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. PSCയിൽ സ്വത്തവകാശം നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 44-ാം ഭേദഗതിയാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 1978 സ്വത്തവകാശത്തെ ഏതിൽ നിന്ന് മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്. മൗലികാവകാശത്തിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്യുന്ന സമയത്ത് 44-ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായിയാണ്. മൗലികാവകാശത്തിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ്. അതുപോലെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഈ മൗലികാവകാശത്തിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്യുന്ന സമയത്ത്, അതായത് 44-ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് പ്രസിഡന്റാണ് നീലം സഞ്ജീവ റെഡ്ഡി, പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. ഇപ്പോൾ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ്. മുമ്പ് ഏതായിരുന്നു? 31-ാം ആർട്ടിക്കിൾ ആയിരുന്നു. ഇപ്പോൾ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത് 300A ആണ്. ആർട്ടിക്കിൾ 300A. മുമ്പ് ആർട്ടിക്കിൾ 31. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് അല്ലെങ്കിൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 12 ആണ്. മുമ്പ് ഏതായിരുന്നു? പാർട്ട് 3 ആയിരുന്നു. ഇപ്പോൾ പാർട്ട് 12. അതുപോലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 300A ആണ്. ഇപ്പോൾ നിലവിൽ 300A ആണ്. മുമ്പ് 31 ആയിരുന്നു. ഇനി മൗലികാവകാശങ്ങൾ ഇപ്പോൾ നിലവിൽ 6 പറഞ്ഞു അല്ലേ. അപ്പോൾ ഒന്ന് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 4 അവകാശങ്ങൾ തന്നിട്ട് അത് ഇതിൽ ഏതാണ് മൗലികാവകാശത്തിൽ പെടുന്നത് അല്ലെങ്കിൽ മൗലികാവകാശം പെടാത്തത് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ PSCയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 6 മൗലികാവകാശങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ആദ്യമായിട്ട് സമത്വത്തിനുള്ള അവകാശം. മൗലികാവകാശത്തിലെ ഒന്നാമത്തെ അവകാശം സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? 14 മുതൽ 18 വരെയാണ്. രണ്ടാമതായി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? 19 മുതൽ 22 വരെയാണ്. മൂന്നാമതായി ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ്. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ. ഇനി അഞ്ചാമതായി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ 29 മുതൽ ആർട്ടിക്കിൾ 30 വരെ. ഇനി ആറാമതായി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 വരുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വരുന്നത് 29 മുതൽ 30 വരെയാണ്. 31 ഇല്ല. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം വരുന്നത് 32 ആണ്. 31 എന്തായിരുന്നു? 31 സ്വത്തവകാശമാണ്. ഇപ്പോൾ വരുന്ന 31 ആർട്ടിക്കിൾ വരുന്നത് 300A ആണ്. 12-ാം ഭാഗത്തിൽ 300A ആണ് ആർട്ടിക്കിൾ വരുന്നത്. ഇതൊക്കെയാണ് 6 മൗലിക അവകാശങ്ങൾ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ആർട്ടിക്കിളുകളും കറക്റ്റായി പഠിച്ചു വയ്ക്കുക. മൗലികാവകാശങ്ങളും ആർട്ടിക്കിളുകളും കറക്റ്റായി പഠിച്ചു വയ്ക്കുന്നത് PSCയിൽ ചോദിക്കുന്നതാണ്. മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് എവിടെയാണ്? 12 മുതൽ 35 വരെയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 12 എന്താണ്? സ്റ്റേറ്റുകളുടെ നിർവചനമാണ്. ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റുകളുടെ നിർവചനമാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 13 പറയുന്നത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായതോ അവഹേളിക്കുന്നതോ ആയ രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. എന്താണ്? മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായതോ അവഹേളിക്കുന്നതോ ആയ രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. അതായത് മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത് രാജ്യത്തെ സുരക്ഷാ സേനാംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നതാണ്. ആർട്ടിക്കിൾ 33 രാജ്യത്തെ സുരക്ഷാ സേനാംഗങ്ങളുടേതാണ്. മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നതാണ്. ഓക്കെ. ആർട്ടിക്കിൾ 34 എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലാണ്. ആർട്ടിക്കിൾ 34 ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലിനെയാണ് ആർട്ടിക്കിൾ 34 എന്ന് പറയുന്നത്. അടുത്തതായി ആർട്ടിക്കിൾ 35 ആണ്. ചില നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള
നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിന് മാത്രമായിരിക്കും. അത് സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 35 സൂചിപ്പിക്കുന്നത്. ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള അധികാരമാർക്കാണ് നിയമനിർമ്മാണത്തിൻ്റെ അധികാരം പാർലമെൻറ്റിന് മാത്രമായിരിക്കും. ഓക്കെ, ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെൻറ്റിന് മാത്രമായിരിക്കും. സംസ്ഥാനങ്ങൾക്ക് ആ അധികാരമില്ല. ഇനി മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറാച്ചിയിലെ 1931 കറാച്ചിയിലെ സമ്മേളനമാണ്. 1931 കറാച്ചിയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അപ്പോൾ പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. കറാച്ചി സമ്മേളനത്തിലെ കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്? മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് കറാച്ചിയിലാണ്. 1931 കറാച്ചിയിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി കറാച്ചിയിലെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 19. മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ 19 എന്ന ഭാഗത്തിലാണ്. അപ്പോൾ നമ്മളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പുണ്ടായിരുന്നത് 7 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ തന്നെ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട മൗലിക സ്വാതന്ത്ര്യം കൂടി നീക്കം ചെയ്തു. ഇപ്പോൾ നിലവിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നത് 19(1) A, B, C എന്ന രീതിക്കാണ്. 19(1) A, B, C എന്നുള്ള പാർട്ടുകളായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുകളിലെ ഹെഡിങ്ങിൽ 19(1) എന്ന് എഴുതാൻ കാരണം. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എ എന്ന പാർട്ട് വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എ എന്ന ഭാഗം വരുന്നത് 19(1) A വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ബി വരുന്നത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ബി എന്ന പാർട്ട് വരുന്നത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. സി എന്ന പാർട്ട് വരുന്നത് സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. എന്താണ്? സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. അടുത്തതായി ഡി, സഞ്ചാര സ്വാതന്ത്ര്യം. സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം, എവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. അതുപോലെ ഇ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഡി എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഈ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി എന്ന് പറയുന്നത് മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി എന്ന് പറയുന്നത് മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. എഫ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തു മാറ്റിയിട്ടുള്ളത്. 44 ഭേദഗതി പ്രകാരം സ്വത്തവകാശം എടുത്തു മാറ്റുന്നതിനോടൊപ്പം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട മൗലിക സ്വാതന്ത്ര്യവും എടുത്തു മാറ്റി. അതാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ABCD E കഴിഞ്ഞ് ജി വരുന്നത്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നറിയപ്പെടുന്നത് 6 19(1) ആണ് ആർട്ടിക്കിൾ വരുന്നത്. 19(1) A എന്ന പാർട്ട് വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ബി എന്ന പാർട്ട് വരുന്നത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. സി എന്ന പാർട്ട് വരുന്നത് സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ഡി എന്ന പാർട്ട് വരുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഇ എന്ന പാർട്ട് വരുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ജി എന്ന പാർട്ട് വരുന്നത് മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.